പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ കർത്താവ് ചിലപ്പോൾ നമ്മോട് ചില മുന്നറിയിപ്പുകൾ നൽകും. എന്തിനാണ് ആ മുന്നറിയിപ്പ് നൽകുന്നത്? നമ്മൾ ദൈവത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാത്തതുകൊണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാത്തതുകൊണ്ട്, അത് അപകടത്തിലേക്ക് ചാടും എന്ന് കരുതി, നമ്മുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് കരുതി ചില മുന്നറിയിപ്പുകൾ ദൈവം കൊടുക്കും. യെശയ്യാ പ്രവാചക പുസ്തകം 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോകുക. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വഴി. അത് നമ്മുടെ വഴിയല്ല, ദൈവത്തിന്റെ വഴി. ദൈവത്തിന്റെ വഴി വ്യത്യസ്തവും നമ്മുടെ വഴി ഈ ലോകത്തിന്റെ ജഡിക സ്വഭാവമനുസരിച്ചും പാപകരമായ ഒരു വഴിയാണ് നാം സ്വീകരിക്കുക. യോബിന്റെ പുസ്തകം 33:14 പറയുകയാണ്, അവിടുന്ന് അവന്റെ ചെവികൾ തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവനെ ഭയപ്പെടുത്തുന്നു. ചിലപ്പോൾ മുന്നറിയിപ്പ് ദൈവം നമുക്ക് നൽകാറുണ്ട്. ചിലർക്ക് രോഗത്തിലൂടെ മുന്നറിയിപ്പ് നൽകും, ചിലർക്ക് അപകടങ്ങൾ, ചിലർക്ക് ചില കുടുംബത്തിലെ കടബാധ്യതകൾ, ചില കുടുംബത്തിലെ വഴക്കുകൾ, ചിലർക്ക് സാമ്പത്തികമായ തകർച്ചകൾ, മറ്റൊരു പ്രകൃതിയിലൂടെയും ദൈവം മുന്നറിയിപ്പ് നൽകും. ചിലപ്പോൾ ഭൂമി കുലുക്കം, പേമാരി, അതുപോലെ തന്നെ കൊടുങ്കാറ്റ്, അതുപോലെ തന്നെ തീയിന്റെ കാടുകൾ കത്തിനശിക്കുക, പട്ടണങ്ങളിലേക്ക് തീ വ്യാപിക്കുക, ചിലപ്പോൾ മഴ പെയ്യാത്തൊരവസ്ഥ. ഇതെല്ലാം സമൂഹത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും കുടുംബത്തിലായാലും നീ ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം സഞ്ചരിക്കുന്നില്ല, അതുകൊണ്ട് തിരിച്ചു വരിക എന്നതിന്റെ മുന്നറിയിപ്പാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ കർത്താവ് ചിലപ്പോൾ നമ്മോട് ചില മുന്നറിയിപ്പുകൾ നൽകും. എന്തിനാണ് ആ മുന്നറിയിപ്പ് നൽകുന്നത്? നമ്മൾ ദൈവത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാത്തതുകൊണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാത്തതുകൊണ്ട്, അത് അപകടത്തിലേക്ക് ചാടും എന്ന് കരുതി, നമ്മുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് കരുതി ചില മുന്നറിയിപ്പുകൾ ദൈവം കൊടുക്കും. യെശയ്യാ പ്രവാചക പുസ്തകം 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോകുക. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വഴി. അത് നമ്മുടെ വഴിയല്ല, ദൈവത്തിന്റെ വഴി. ദൈവത്തിന്റെ വഴി വ്യത്യസ്തവും നമ്മുടെ വഴി ഈ ലോകത്തിന്റെ ജഡിക സ്വഭാവമനുസരിച്ചും പാപകരമായ ഒരു വഴിയാണ് നാം സ്വീകരിക്കുക. യോബിന്റെ പുസ്തകം 33:14 പറയുകയാണ്, അവിടുന്ന് അവന്റെ ചെവികൾ തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവനെ